ഷഫാഅത്ത് ചെയ്യും. ഖിയാമത്ത് നാളിൽ ഖുർആനും നോമ്പും കൊണ്ട് രണ്ടും അതിൻ്റെതായ മിംഗ്ലിംഗ് ആയി കിടക്കുകയാണ്. രണ്ടുമായിട്ട് ബന്ധമുണ്ട്. ഖുർആനും നോമ്പും അള്ളാഹുവിന് വേണ്ടി അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് ഷഫാഅത്ത് ചെയ്യും. അൽ ഖുർആനു യശ്ഫഉ ലിമൻ ഖറഅഹു വഅമില ബിഹി. ഖുർആൻ എങ്ങനെയാണ് ഷഫാഅത്ത് ചെയ്യുന്നത്? പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് പരിശുദ്ധമായ ഖുർആൻ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അനുകൂലമായി വാദിക്കുമത്രേ. നമുക്ക് സപ്പോർട്ട് ചെയ്യും ഖുർആൻ ഓതുക, അതനുസരിച്ച് അമൽ ചെയ്യുക. ഖുർആൻ ഓതുക. ഇദാ തഅല്ലമ 10 ആയാത്തിൻ ലം യുജാവിസുഹുന്ന ഹത്താ യഅമല ബിഹിൻ. ആദരവായ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് 10 ആയത്ത് പഠിച്ചാൽ അത് അമൽ ചെയ്യാതെ 11-ാമതൊരായത്ത് പഠിക്കൂല. അങ്ങനെയാണ് സഹാബാക്കൾ. അപ്പം നമ്മൾ ഇന്നിവിടെ കേട്ടാൽ, ഇന്നിപ്പോൾ വൈകിട്ട് ഖുർആൻ ഓതുന്നു, തറാവീഹിൽ ആ ഖുർആൻ്റെ ഒരു ആയത്തിൻ്റെ ഒരു അർത്ഥം പറയുന്നു. അതിൻ്റെ അർത്ഥം നമ്മളാൽ കഴിയുന്ന നിലയ്ക്ക് അമൽ ചെയ്യാൻ നോക്കണം. നമ്മളിപ്പോൾ ഈ 6000-ൽ ചില്ലുവാനും ആയത്തുകളും അമൽ ചെയ്യണമെന്നല്ല അതിൻ്റെ അർത്ഥം ഈ പറയുന്നത്. അതിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത്, നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ പറ്റുന്നത്, പടച്ചവനെ ഖുർആനിൻ്റെ സന്ദേശമാണല്ലോ, ഖുർആനിൻ്റെ പ്രചോദനമാണല്ലോ, നമ്മളത് സൂക്ഷിക്കണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ അമൽ ചെയ്യണം. അല്ലാതെ അതിനെ അവഗണിക്കല്ല വേണ്ടത്. അങ്ങനെ അവഗണിക്കുമ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ ആഖിറത്തിൽ പറയുന്നത്, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എൻ്റെ സമുദായം ഈ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ അവഗണിച്ചു കളഞ്ഞു അല്ലാഹ്. നാളെ ആഖിറത്തിൽ പരാതി പറയും നബി തങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയും അമൽ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്താൽ അൽ ഖുർആനു യശ്ഫഉ ലിമൻ ഖറഅഹു വഅമില ബിഹി. ആ ഖുർആൻ പഠിച്ചവനെയും അമൽ ചെയ്തവനെയും ശഫാഅത്ത് ചെയ്യും. വസ്സൗമു യശ്ഫഉ ലിമൻ അത്ഖനഹു വസാനഹു. ഈ റമളാനിലെ നോമ്പ് ആര് കാത്തു സൂക്ഷിച്ചുവോ അതിൻ്റെ പവിത്രത, അതിൻ്റെ രഹസ്യം, അതിൻ്റെ പരസ്യം, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, വയറ്, അവയവങ്ങൾ മുഴുവനും തെറ്റുകളിൽ നിന്ന് നോമ്പായി സൂക്ഷിച്ചുവോ വയശ്ഫഉ ലഹു. ആ നോമ്പ് അവന് വേണ്ടി ഖിയാമത്ത് നാളിൽ സാക്ഷി പറയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അല്ല, വെറും വയറ് കാലിയാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. വയറ് കാലിയാക്കിയത് കൊണ്ട് നോമ്പ് പിടിച്ചവന് ശഫാഅത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. കണ്ണ് സൂക്ഷിക്കണം നോമ്പ്, കാത് നോമ്പ്, നാവ് നോമ്പ്. ബഹുമാനപ്പെട്ട മറിയം ബീവിയോട് പോയി ചോദിച്ചു, എടി പെണ്ണെ, ഇതെന്താ സംഭവിച്ചത്? ഈ കുട്ടിയാ? ഞാൻ നോമ്പാണ്, സംസാരിക്കൂല, ഖലാസ്. അന്നത്തെ നോമ്പ് സംസാരം പാടില്ല എന്നുള്ളതാണ്. അതൊരു നോമ്പാണ്. അപ്പം നാവ് നോമ്പാവണം. നാവ് നോമ്പ് റമളാൻ മാസത്തിൽ ഇദാ സാബഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഒരാള് നിങ്ങളെ തെറി വിളിച്ചാൽ ഫഖുൽ, നീ പറയണേ ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. നാവിനെ സൂക്ഷിച്ച് എന്ന് പറഞ്ഞ് കഴിയട്ടളിയാ ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. അതല്ല, അത് വിട്ടുവീഴ്ച അടയാളമല്ല. പിന്നെ പലിശയുടെ പലിശയായിട്ട് അവൻ റമളാൻ കഴിഞ്ഞ ഉടനെ, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ പോകും അടിക്കാൻ. എന്തോടാ നീ അന്ന് റമളാൻ 13 തന്നെ വിളിച്ചാൽ അത് നോമ്പായതുകൊണ്ട് ഞാൻ വേണ്ടിയില്ല. അതല്ല എൻ്റെ അർത്ഥം. റമളാൻ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ കളഞ്ഞേക്കണം, ഡിലീറ്റ് ചെയ്തേക്കണം. അതിന് പ്രതികരിക്കാൻ നിൽക്കരുത്. പ്രതികാര വാഞ്ചയോടുകൂടി പിന്നെ ജീവിക്കരുത്. അത് പിന്നെ നോമ്പിൻ്റെ കൂലി പോവും. അതുകൊണ്ടാണ് നോമ്പിൻ്റെ കൂലി ഉടനെ കിട്ടൂല, ലാസ്റ്റേ കൊടുക്കുള്ളൂ. എങ്ങനെ ഉണ്ടോ നോക്കാൻ. റമളാൻ മാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊടുക്കാനുള്ള വെച്ചേക്കാണ്. എങ്ങനെ ഉണ്ട് പിന്നെ സ്വഭാവം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. ഹാജിയും ഉംറ ചെയ്യുന്നവരൊക്കെ പോയിട്ട് വന്നിട്ട് നോക്കും എങ്ങനെ ഉണ്ടെന്ന്, പോയിട്ട് വന്നതിന് ശേഷം. അപ്പം അന്നേരമാണ് കൂലി എഴുതുന്നത്. അല്ലാതെ അന്നേരം തന്നെ ചെയ്ത് പോയാൽ പിന്നെ തീർന്നില്ലേ. നോക്കൂ എങ്ങനെ ഉണ്ടെന്ന് ഭാവിയിൽ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ അതുകൂടെ നമ്മളങ്ങനെ ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞാൽ, ഇടേ ഞാൻ നോമ്പുകാരനാണ്, ഖലാസ്, ഞാൻ ഈ പരിപാടിക്കൊന്നുമില്ല, മാറിയാറ്. ഖുദിൽ അഫു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുന്നിൽ 2 പേര് കടന്നു വന്നു. 2 പേര് ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത്. ആ 2 പേരിൽ ഒരാൾ പറഞ്ഞു, ഹിസ്ൻ ഇബ്നു മഈൻ എന്നവർ
ഹുറൈസ് എന്ന മറ്റു രണ്ട് പേര്, ഈ രണ്ട് പേര് കടന്നു വന്നപ്പോൾ അതിൽ ഒരാൾ ഇത്തിരി വിവരം കുറഞ്ഞ മനുഷ്യനാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉമർ അല്ല നോക്കി, ലാ തുഅ്തിൽ ജസല ബലാ വലാ തഅദിൽ ഹകമ. നിങ്ങളെ നമുക്ക് ഖജനാവിൽ വന്നത് മാന്യമായിട്ട് അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുക്കുന്നുമില്ല, നിങ്ങൾ മാന്യമായ രീതിയിൽ നിങ്ങൾ നീതി പുലർത്തുന്നുമില്ല. ചാടിയങ്ങ് എഴുന്നേറ്റില്ലേ ഉമർ. ആരുടെ ലോകത്ത് നീതിയുടെ രണ്ടക്ഷരം ഉണ്ടെങ്കിൽ അത് പഠിപ്പിച്ചത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്. നീതിയുടെ രണ്ടക്ഷരം. ഉമർ റളിയല്ലാഹു തആല ബാളെടുത്ത് പിന്നെ തല ഖലാസ്, പിന്നെ അങ്ങനെ മനുഷ്യന് തലേന്നേ ഉണ്ടാവില്ല, വേറെ ചർച്ചയൊന്നുമില്ല, അമീറും കൂടിയാണ്, ആരും ചോദിക്കാനില്ല. നിങ്ങൾ നീതിയും പുലർത്താറില്ല, നിങ്ങൾ ന്യായമായി വിധിക്കാറുമില്ല എന്ന ഒരു വാക്ക് പറഞ്ഞ ഉമർ ചാടി എഴുന്നേറ്റപ്പോ കൂടെ നിന്ന ഒരാൾ പറഞ്ഞു, ഉമർ യാ അമീർ അൽ മുഅ്മിനീൻ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅഇദ് അനിൽ ജാഹിലീൻ. ഖുർആനല്ലേ, നിങ്ങൾ ഖുർആനിന്റെ വക്താവല്ലേ. കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. ആ ഒരൊറ്റ ആയത്ത് കൂടെ ഉള്ള ആള് പറഞ്ഞതോടുകൂടി നിന്ന് കരഞ്ഞുപോയി, അവന് പൊരുത്തപ്പെട്ടു കൊടുത്തു. നമ്മൾ അടിയും പിടിയും ഉണ്ടാവാതെ എൻ്റെ നടുക്ക് കയറി ഉസ്താദ് കുതിര കളിച്ചാലും ഉസ്താദിനെ എടുത്തിട്ട് അങ്ങോട്ട് ഇടിയിടിക്കും, ഇപ്പുറത്തുള്ളവൻ എടുത്ത് ഇങ്ങോട്ടിട്ടും അവൻ തിരിച്ച് അങ്ങോട്ട് തട്ടും. ഉസ്താദല്ലേ, ആരുമില്ല, അന്തേവാസിയാ, നമ്മുടെ മഹല്ലുകാരനുമല്ല നാട്ടുകാരനുമല്ല, വരുത്തൻ വന്നു പോവാതെ, ഇയാളല്ലെങ്കിൽ അടുത്ത ആൾ കല്ലിയല്ലേ, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല, എല്ലാ ഉസ്താദിൻ്റെ തലയിലോട്ട് വയ്ക്കാം, റാഹത്താണ്, കുഴപ്പമില്ല. നമ്മൾ പൊരുത്തപ്പെട്ട് ഉസ്താദ്മാർ അങ്ങനെയല്ല, നബിതങ്ങളുടെ പാരമ്പര്യമുള്ളവരായതുകൊണ്ട് നമ്മളിതെല്ലാം കേൾക്കണം. അതുകൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ട് കേട്ടോ, ഇഷ്ടം പോലെ പറഞ്ഞോളി, അൽഹംദുലില്ലാ, നിങ്ങൾക്കുള്ള കൂലി തരട്ടെ, ഉയർന്ന കൂലി തരട്ടെ. നമ്മൾ പൊരുത്തപ്പെട്ട്, നമ്മൾ നല്ല ദിവസമായിട്ട് ഇരുന്നുകൊണ്ട് പറയല്ലേ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞോളും പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അത് ഞാനങ്ങനെ പറയാറില്ല ആരെക്കുറിച്ചും. എനിക്ക് കാരണം നമ്മൾ നോമ്പ് മസാദം വെറുതെ ചുമ്മാ കമ്മിറ്റിക്കാരെ കുറിച്ചോ പ്രതിപക്ഷത്തെക്കുറിച്ചോ നാട്ടുകാരെ കുറിച്ചോ ഒന്നും പറയേണ്ടെന്ന് കാര്യമില്ല. രണ്ടുപേരെ എടുത്തും സോപ്പിട്ടുകൊണ്ട് തന്നെ നിൽക്കുന്നത്, കുഴപ്പമില്ല. രണ്ട് റാഹത്ത എല്ലാ മഹല്ലിൽ അങ്ങനെയാണല്ലോ. ഒരു ഇമാം എന്ന നിലയിൽ എല്ലാവരുമായിട്ട് സോപ്പിട്ട് നിന്ന് പോകണം, ജോലിക്ക് വേണ്ടിയിട്ടല്ല, മസ്ലഹത്തിന് വേണ്ടിയിട്ട്, ജമാഅത്തിൽ ഖൈർ ഉണ്ടാകാൻ വേണ്ടി. അങ്ങനെയാണ്. അൽഹംദുലില്ലാ, ഒരു പ്രശ്നവുമില്ല, റാഹത്തായിട്ട് അൽഹംദുലില്ലാ പോകുന്നുണ്ട്. എവിടെയാലും ഇവിടെ നിന്നല്ല, എവിടെയും അങ്ങനെ തന്നെയാണ്, മരണം വരെ ഇൻഷാ അല്ലാഹ്. മസ്ലഹത്തിന് വേണ്ടിയാണ് കേട്ടോ, അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ ഒരു പദവിക്കോ ജോലിക്കോ ഒന്നുമല്ല. അല്ലാഹു അലം, അള്ളാഹ് അറിയുന്നവനാണ്. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുതുന്നുണ്ടാവും. ഈ ആയത്ത് ഓതിയപ്പോഴേ സ്റ്റോപ്പ് ചെയ്തു. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅഇദ് അനിൽ ജാഹിലീൻ. ഉമർ, നിങ്ങൾ എന്തായി ചാടിയത്? അവൻ വിവരമില്ലാത്തവൻ, അവൻ എന്തെങ്കിലും പറഞ്ഞു കേട്ട് നിങ്ങൾ ചാടാൻ പോണത് എന്തിന്? ഉമർ കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. അള്ളാഹിൻ്റെ ആയത്ത് കേട്ടപ്പോഴേ അദ്ദേഹം മിണ്ടതായി. അള്ളാഹുവിൻ്റെ ആയത്ത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം അസ്തപ്രജ്ഞനായി നിന്നുപോയി. അതാണ് പരിശുദ്ധ ഖുർആൻ അവരുടെ ജീവിതത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ. സൂറത്തു ത്വാഹയിലെ അദ്ദേഹത്തെ ഈമാനിലേക്ക് കൊണ്ടുവന്നത് ഖുർആനല്ലേ, ഈമാനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. സഹോദരിയെ കൊല്ലാൻ വേണ്ടി വാളുമായിട്ട് പോയല്ലേ. എന്താടി നീ പുതിയ മതമൊക്കെ മാറിയിട്ട്, നമ്മുടെയൊക്കെ പൂർവികര് ആറ്റുനോറ്റ മതത്തെയൊക്കെ നീ വലിച്ചെറിഞ്ഞിട്ട് നീ ഇപ്പം എന്താ പുതിയ മതത്തിലേക്ക് മുഹമ്മദിന്റെ കൂടെ കൂടിയാ? അവിടെ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ കേട്ടപ്പോഴേ ആള് മാറിയില്ലേ, മനസ്സ് മാറിയില്ലേ, അള്ളാഹ് മാറ്റിയെടുത്തില്ലേ? ഇതല്ലേ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ വെളിച്ചമാണ്, ഖുർആൻ വെളിച്ചമാണ്, നൂർ. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. ആരാണോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്, നബിതങ്ങൾക്ക് എല്ലാ ശക്തിയും പകർന്നു കൊടുക്കുന്നത് ദീനിന്റെ വിഷയത്തിൽ, നബിതങ്ങളോടൊപ്പം അയക്കപ്പെട്ട പരിശുദ്ധമായ ഈ പ്രകാശത്തെ ആരാണോ പിൻപറ്റുന്നത്, ഈ ഖുർആൻ, ഫത്തബഅന്നൂർ, ഈ അടുക്കി വെച്ചിരിക്കുന്ന പ്രകാശം നിങ്ങൾ അടുക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ പ്രകാശമൊക്കെ പോകുന്നത്. ഈ പ്രകാശത്തെ എടുക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥ പ്രകാശമൊക്കെ പോകുന്നത് കേട്ടാ. ഈ പ്രകാശം അടക്കി വെച്ചിരിക്കുകയാണ്, നിങ്ങൾ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഓഫ് ലൈനിലാണ്, ഇപ്പം ഓൺലൈനിലാക്ക്. അതുകൊണ്ട് എടുക്ക്. അവരാണ് വിജയിച്ചവർ. ഖുർആനെ പ്രകാശമായി അംഗീകരിച്ചവരാരാണോ അവർ വിജയം വരിച്ചു. ഈ ഖുർആനെ നമ്മൾ നൂറായിട്ട്
ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാത് ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി തങ്ങളെ നിയോഗിച്ചത് അന്ധകാരത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ നിന്നും നീതിയിലേക്കും ധർമ്മത്തിലേക്കും നന്മയിലേക്കും പ്രകാശത്തിലേക്കും നയിക്കുന്നതിന് വേണ്ടി അത്രേ. വല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാത്. ഈ പരിശുദ്ധമായ ഖുർആൻ, ഈ പ്രകാശം, അള്ളാഹിന്റെ സത്യസന്ദേശങ്ങൾ വളരെ വ്യക്തമായി നബി തങ്ങളുടെ മേൽ അവതരിപ്പിച്ചത് ലിയുഖ്രിജഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. അന്ധകാരത്തിൽ കിടക്കുന്ന ജനതയെ അവരെ സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും നന്മയിലേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടി അത്രേ ലിയുഖ്രിജകും മിനൽ ളുലുമാതി. അതിനാണ് ഖുർആൻ, അതിനാണ് നബി തങ്ങളെ അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നൂറാണല്ലോ, പ്രകാശം. ഖദ് ജാഅകും മിനല്ലാഹ് നൂർ ഐ മുഹമ്മദ് വ കിതാബും മുബീൻ. അല്ലാഹുവിൽ നിന്ന് ഒരു പ്രകാശം ഇതാ ഈ പവിത്രമായ ഗ്രന്ഥവുമായി നിങ്ങളിലേക്ക് കടന്നു വരുന്നു. കണ്ടോ, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു ഉപയോഗിച്ചത് നൂർ എന്നാണ്. ഖദ് ജാഅകും മിനല്ലാഹ് നൂറുൻ വ കിതാബും മുബീൻ. കണ്ടോ, ഇവിടെ കിതാബുണ്ട്, രണ്ടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശം ഈ ഖുർആനുമായി നമ്മളിലേക്ക് വന്നു ജനങ്ങളെ നയിക്കാൻ. ആ പ്രകാശമായിരുന്നു സ്വഹാബാക്കളിൽ പ്രതിഫലിച്ചത്. 23 വർഷക്കാലത്തോളം പ്രകാശ ഗോപുരത്തിന്റെ കീഴിൽ താമസിച്ച സ്വഹാബാക്കളെ നോക്കി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സ്വഹാബാക്കൾ പ്രകാശ തുല്യരാണ് കേട്ടോ, നക്ഷത്ര തുല്യരാണ് കേട്ടോ. ആരെങ്കിലും അവരെ അനുസരിച്ചാൽ അവർ വഴികെട്ടു പോവൂല, അവർ സന്മാർഗ സച്ചരിതരായി ജീവിക്കുമത്രേ. ഖുർആനിന്റെ വഴികളിലൂടെ നബിതങ്ങൾ അവരെ കൈക്ക് പിടിച്ചു കൊണ്ട് നടന്നു. ആ പ്രകാശം സഹാബാക്കൾക്ക് കിട്ടി. അപ്പോൾ സഹാബാക്കൾ ആരായി? പ്രകാശത്തിന്റെ വക്താക്കളായി മാറി. സഹാബി കന്നുജൂം, പ്രകാശമായി അവിടെ. ഇന്ന ഹാദൽ ഖുർആൻ, ഈ പരിശുദ്ധമായ ഖുർആൻ മഅദബു മഅദബത്തില്ലാഹ്, അല്ലാഹുവിന്റെ സൽക്കാരമാണ് കേട്ടോ. ഫതഅല്ലമു മിമ്മഅദുബതിഹി മസ്തതഅതും, നിങ്ങളാൽ കഴിയുന്ന നിലയിൽ ആ സൽക്കാരം നിങ്ങൾ ഏറ്റെടുക്കണേ, ആ സൽക്കാരത്തിൽ നിങ്ങൾ പങ്കാളിത്തം വഹിക്കണേ. ഖുർആൻ ഒരു സൽക്കാരാണ്. എല്ലാ വിഭവങ്ങളും അതിലുണ്ട്, എല്ലാ വിഭവങ്ങളും അതിലുണ്ട്. ഏത് വേണം പറയാ. കഥ വേണോ, ചിരി വേണോ, തമാശ വേണോ, ചരിത്രം വേണോ, സാഹിത്യം വേണോ, കണക്ക് വേണോ, എന്ത് വേണം, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അള്ളാന്റെ സൽക്കാരാണ്. ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ എന്താ കാണും? ചൈനീസ് ഉണ്ട്, അറബി ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും ഒരു ലിസ്റ്റ് അനുസരിച്ച്. ചൈനീസ് ചോദിച്ചാലും ഒരു കോഴി തന്നെ, ഇന്ത്യൻ ചോദിച്ചാലും ഒരു കോഴി തന്നെ, അമേരിക്കക്കാരൻ ചോദിച്ചാലും ഒരു കോഴി തന്നെ, ലണ്ടൻ്റെ സാധനം ചോദിച്ചാലും ഒരു കോഴി തന്നെ. കോഴി അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട്. ഇതല്ലേ കോഴി ദുനിയാവിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം കോഴി ചെയ്യുന്നുണ്ട്. നമ്മളിതൊക്കെ അമൽ ചെയ്യാതെ ദുനിയാവിലെല്ലാം കളഞ്ഞിട്ട് പോവാണ്. ആഖിറത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല. കുഞ്ഞു കോഴിക്കുഞ്ഞ് ഒരു ദിവസം തള്ളക്കോഴി എടുത്ത് ചോദിച്ചേ, അല്ല ഉമ്മ, ഈ നമ്മളെ എല്ലാവരും കോഴി 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 എന്നാണ് വിളിക്കുന്നത്. ഈ ഒരൊറ്റ പേരേ ഉള്ളൂ. ഈ നമ്മൾ തിന്നുന്ന ഈ മനുഷ്യന്മാർക്ക് എത്ര പേരാ? എൻജിനീയർ, ഡോക്ടർ, അബൂബക്കർ, അബ്ദുറഹ്മാൻ, അബ്ദുൽ ഖാദർ, എന്നിട്ട് അവർ കുറേ പേര് ഡോക്ടർ, അവർ ഒരു എൻജിനീയർ, അവർ ആലിം, അവർ മൗലാന, ഉസ്താദ്. നമ്മളെ ഈ ദുനിയാവി മൊത്തം കോഴി, ഒരു കോഴി. എന്താ ഉമ്മ ഇങ്ങനെ? അപ്പം തള്ളക്കോഴി പറഞ്ഞ മോനെ, ഇതിപ്പോൾ അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, നമുക്കിപ്പോൾ ഒരു പേരല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാണ്ടല്ലോ, നമുക്ക് അള്ളാഹു തരുന്ന പേരെന്ന് പറഞ്ഞാൽ ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈ, ചിക്കൻ ബോട്ടിൽ, ചിക്കൻ തന്തൂരി, ചിക്കൻ പറപ്പിച്ചത്, ചിക്കൻ പൊരിപ്പിച്ചത്, ചിക്കൻ. യു അല്ലാഹു അക്ബർ.
പക്ഷെ ഇവർ മരിച്ചാൽ ഇവർക്കൊറ്റ പേരേ ഉള്ളൂ, മയ്യത്ത് 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 മയ്യത്ത്, ഒറ്റ പേരേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോഴല്ല പേരുണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി ചില്ലി ചിക്കനൊക്കെ തിന്നുമ്പോൾ ഓർക്കണം കേട്ടോ, നിങ്ങൾ ഓർത്തോ, ഇതൊക്കെ തിന്നുമ്പോൾ പടച്ചവനെ ഇതുകൊണ്ട് എന്താ ഫായതല്ലേ. അത് ചിരിക്കാൻ പറഞ്ഞാൽ ചിന്തിക്കാൻ പറഞ്ഞാൽ, നമ്മൾ മരിച്ച നമ്മുടെ പേര് ഖാദർ സാഹിബ്, മയ്യത്തിടെ ആ മയ്യത്ത് അവിടെ അടക്ക്, ഈ മയ്യത്ത് ഇവിടെ അടക്ക്, അയാളുടെ ജനാസ അവിടെ അടക്ക്, ഈ ജനാസ എൻ്റെ വാപ്പാടെ മയ്യത്ത് എവിടാ, ബഷീറാക്കടുത്ത് വയ്ക്കുക, എൻ്റെ വാപ്പാടെ മയ്യത്ത് അതോ ആ മൂലയിലുണ്ട്, പേര് പോലും ഇബ്രാഹിം, ഇബ്രാഹിം എന്നല്ല, വാപ്പാടെ മയ്യത്ത് ഇരിക്കുക. ചത്ത കോഴിയുടെ കടയിൽ പോയിരുന്നിട്ട് ഡേയ് ചിക്കൻ കടായി ഇടറേ, ചിക്കൻ ഹൈദരാബാദി ഇടറേ, എന്താ ഇത് ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ ഒന്നുമല്ല, എല്ലാ സംഭവം ഒന്നും തന്നെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് തന്നെ നമ്മൾ ഓരോ പേരിട്ട് അതിന് തന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. കാരണം ആ കോഴി ഈ ലോകത്ത് ചെയ്യുന്ന അനുഗ്രഹം അത്രയും വലുതാണ്. അതുകൊണ്ട് മരണശേഷം അവൻ പല പേരിൽ അറിയപ്പെടുന്നു. എന്നതുപോലെ നമ്മൾ നന്മകൾ പല പേരിൽ നമ്മൾ അറിയപ്പെടും, പല പേരിൽ അറിയും. മദ്രസ, പള്ളികൾ ചെയ്തു കൊട്, മദ്രസ കെട്ടിക്കൊട്, പള്ളികൾ കെട്ടിക്കൊട്. ഇതൊക്കെ ഞങ്ങളുടെ വാപ്പ അൽഹംദുലില്ലാ കെട്ടിക്കൊടുത്ത പള്ളിയാണ്, ഞങ്ങളുടെ വാപ്പാൻ്റെ പേരിലുള്ള പള്ളിയാണ്. ഓരോ സഹാബാക്കളുടെ ഒക്കെ പേരിൽ ഓരോരോ പള്ളികളില്ലേ. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്ക്, ഓരോരോ പേര്, എത്രയോ നല്ല പേരുകളാണല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ പേര് ഭാവിയിൽ ഇങ്ങനെ ഗുണമുണ്ടാക്കണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ദുനിയാവിലേക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഈ ഖുർആൻ കൊണ്ടാണ് ലോകം തന്നെ വിപ്ലവമായി ജ്വലിച്ചത്, നിന്നുപോയത്. കാരണം എന്ന് പറഞ്ഞാൽ സഹാബാക്കളിലൂടെ, നബിതങ്ങളിലൂടെ ഇത് പഠിപ്പിച്ചു കൊടുത്തു ഖുർആന്റെ വിപ്ലവം തന്നെ ലോകം സൃഷ്ടിക്കുകയുണ്ടായി. സഹാബാക്കൾ വലിയ മാറ്റങ്ങളാണ് ഖുർആൻ കൂടെ ഉണ്ടായത്. വെറുതെയല്ല നമ്മളിപ്പോൾ സാധാരണ ഹത്ത ഓതാൻ വേണ്ടി പോകുന്ന പോലെ അല്ല. പരിശുദ്ധ ഖുർആനിലൂടെ സഹാബാക്കൾക്കുണ്ടായ മാറ്റം, പ്രവാചകനുണ്ടായ മാറ്റം, ഒരൊറ്റ ആയത്തിലൂടെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ ആയത്ത് നരച്ചു പോയില്ല. ഒരായത്ത് റമളാൻ മാസമാണ്, നമ്മൾ കുറേ നാളായി നിങ്ങളോട് പറഞ്ഞിട്ട് കേട്ടോ, പറയാത്ത കൊണ്ട് ആരും പോക്കറ്റിൽ കൈയിടാറില്ല. ഞാൻ എല്ലാ വർഷവും റമളാനിൽ പറയും, നിങ്ങൾ റമളാൻ മാസത്തിൽ ഒരു 30 ദിവസത്തേക്ക് കുറച്ച് പൈസ പോക്കറ്റിൽ വെച്ചോണ്ടേ വരാവൂ. തറാവി കഴിഞ്ഞു ആരേലും കാണും, അല്ലാത്ത വഖത്തുകളിൽ ആരേലും കാണും, ജുമാഅക്കും കാണും. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് കാര്യമായ ഒരു സദഖ ചെയ്യ്. അള്ളാഹു അതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മുസീബത്തുകൾ അള്ളാഹു മാറ്റിക്കളയുമാറാകട്ടെ. റമളാനിൽ 1 കൊടുത്താൽ 70 ചിലപ്പോൾ 700 കിട്ടും ഇൻഷാ അല്ലാഹ്. അതങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാര്യമായി സദഖ ചെയ്യണേ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീനൊന്നും ഒരു ഉഷാറില്ല, കാരണം ചൂടടിച്ച് മൊത്തത്തിൽ എല്ലാം വാടിപ്പോയെന്ന് തോന്നുന്നു. ഇതാ മതി, സദക്കയുടെ കാര്യം മാത്രം പറയരുത്, ഉസ്താദ് ഖുർആൻ പറ, നല്ല കാര്യം. അതാകുമ്പോൾ ഫുലൂസിൻ്റെ കാര്യം നമ്മൾ പറയരുത്, ചിലവുള്ള കാര്യമാണ്. ചിലവുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടം, ഫുലൂസ് കൊടുത്തുള്ള പരിപാടി അള്ളാഹ്ക്ക് ഇഷ്ടം. സക്കാത്ത് അടുത്ത ആഴ്ച വരുന്നുണ്ട്, വാ ഇൻഷാ അല്ലാഹ് പൊട്ടിച്ചു തരാം, റാഹത്തായിട്ട് പറഞ്ഞു തരാം. കൊടുക്കുന്നതും കൊടുക്കത്തില്ല, കൊടുക്കുക അള്ളാഹ് നാളെ ചോദിച്ചോളൂ, എന്തായാലും അള്ളാഹിൻ്റെ അടുക്കൽ പോണ്ടി വരും. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ ആയതുകൊണ്ട് നമുക്കൊരു 5-10 മിനിറ്റ് അധികത്തിൽ എക്സ്ട്രാ എടുക്കാം കേട്ടോ. ഇനി പരീക്ഷയോ വല്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമ്മിറ്റിയെ സമീപിക്കണേ. സമയം വേണേൽ അടുത്ത ആഴ്ച കുറച്ച് തരാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ആഴ്ച നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, കൂടിയെങ്കിൽ അറിയിക്കണം, ജമാഅത്ത് കമ്മിറ്റിയെ അറിയിക്കണം. അടുത്ത ആഴ്ച അത് ഇൻഷാ അല്ലാഹ് കുറച്ച് തരും, സൗകര്യം പോലെ. അൽഹംദുലില്ലാ. പിന്നെ ആപാട് കിട്ടിയ ചാൻസ് ആയതുകൊണ്ട് ഞാനങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ. എനിക്ക് കൂടുതൽ പ്രസംഗിക്കാൻ ഇഷ്ടമേ അല്ല. മർക്കസി ഭയങ്കര തെള്ളു, സ്ഥലമില്ല, റോഡിലാണ് നിസ്കരിക്കുന്നതെന്ന്. പ്രസംഗം കേട്ട് അമൽ ചെയ്യേണ്ടി വരും, പെട്ടെന്ന് പണിയെടുത്തിട്ട് പോകാൻ വേണ്ടിയാണ് നോക്കുക. അങ്ങനെ ഒന്നും ഓടിയിട്ടൊന്നും കാര്യമില്ല അബീബ, ഒക്കെ പിടിക്കുക. കേട്ടോ, ഞാൻ ഓരോ ആയത്ത് ഓതി പറഞ്ഞുതരാം. സഹാബാക്കൾക്ക് ആയത്തിലുണ്ടായ മാറ്റങ്ങൾ. ഒരൊറ്റ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കറണ്ടില്ലയോ, കറണ്ടും ഇല്ല ഒന്നുമില്ല, ഇവരെല്ലാം വിളിച്ചെത്തി കഞ്ഞി കൊടുത്തിട്ട് വല്ല ഫായിദ ഉണ്ടോ? വെള്ളിയാഴ്ച തോറും കറക്റ്റ് പോയിരിക്കുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആയത്തിറക്കി, ഫസ്തഖിം കമാ ഉമിർത്, നബിയെ കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ നിലനിന്നുകൊള്ളണം. അല്ലാഹു അക്ബർ. അനങ്ങി പോരുത് കേട്ടോ. ഒരു ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി രോമം നരച്ചുപോയി. 21 മുടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഹയാത്തിൽ നരച്ച മുടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെ നരപ്പിച്ചത് ഈ ഒരൊറ്റ ആയത്താണ്, ഫസ്തഖിം കമാ ഉമിർത്, കൽപ്പിക്കപ്പെട്ടതുപോലെ നിലകൊള്ളണം. എന്നെ നരപ്പിച്ചു കളഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ അല്ലാഹു തആല ഇറക്കിയ ഒരു ആയത്തുണ്ട്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. പടച്ചവനെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക,
നീ അവരെ ശിക്ഷിച്ചാൽ അത് നിന്റെ ദാസന്മാരാണ്. പക്ഷെ നീ പൊരുത്തപ്പെട്ടു കൊടുത്താൽ നീ ഏറ്റവും വലിയ ജ്ഞാനിയാണ്, നീ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരൊറ്റ ആയത്ത് കേട്ടിട്ട് നബിയുന റസൂലുള്ളാഹി തങ്ങൾ നമസ്കാരത്തിൽ രാത്രി മുഴുവനും കരഞ്ഞു. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, നീ ശിക്ഷിച്ചാൽ നിന്റെ ദാസന്മാരാ അല്ലാഹ്. ആരും ചോദിക്കാനില്ല പടച്ചവനെ. പക്ഷേ വൈൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ കരീം. പക്ഷെ നീ പൊരുത്തപ്പെട്ടു കൊടുത്താൽ നിന്നേക്കാൾ മാന്യനാരാണ്, നിന്നേക്കാൾ ഉദാഹരണാരാണ്. നീ പൊരുത്തപ്പെട്ടു കൊടുത്താൽ ഈ ഒരൊറ്റ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രി മുഴുവനും നിന്ന് കരയിപ്പിച്ചു എന്ന് ഹദീസിൽ കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുതുകൊടിച്ച് കളഞ്ഞ ഒരു ആയത്തുണ്ട്. മൈ യുജ്സ ബിഹി മൈ യഅമൽ സൂഅൻ യുജ്സ ബിഹി. ആര് ഒരു തെറ്റ് ചെയ്യുന്നുവോ, ആര് ഒരു അധർമ്മം പ്രവർത്തിക്കുന്നുവോ, അതിൻ്റെ പേരിൽ അവൻ നാളെ പിടിച്ചു നിർത്തപ്പെടും, അതിൻ്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടും, അതിനു വേണ്ടി നാളെ ആഖിറത്തിലേക്ക് ഹാജരാക്കപ്പെടും. ഈ ഒരു ആയത്ത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിഷമിച്ച് പ്രയാസപ്പെട്ട് മുതുക് വളഞ്ഞുപോയി. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി. അല്ലാഹു, ഒരു ചെറിയ ഒരു തെറ്റ് ചെയ്താൽ അതിനും അവൻ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും. ഈ ഒരു ആയത്ത് ഒരു തെറ്റ് ചെയ്തിട്ടാണോ സഹാബി തെറ്റ് ചെയ്തു പോയോ അബൂബക്കർ സിദ്ദീഖ്? ഇല്ല. സഹാബാക്കൾ പരിശുദ്ധ ഖുർആനിലൂടെ അവർക്ക് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. നമ്മൾ ഖുർആൻ വർഷം തോറും മുഴുവനെ കേട്ടിട്ട് പോലും നമുക്ക് അവിടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ, എൻ്റെ കാര്യം പറയാൻ, നമുക്ക് അവിടെ മാറ്റമുണ്ടാകാൻ അബൂബക്കർ സിദ്ദീഖ് അള്ളാന്റെ മുതുക് വളഞ്ഞു പോയി. സഹാബത്ത് പിറ്റേ അബൂബക്കർ എന്താ ഇങ്ങനെ മുതുകൊക്കെ വളഞ്ഞു? ഇന്നലെ ഒരു ആയത്തിറങ്ങി മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി. ആരൊരു തെറ്റ് ചെയ്യുന്നവനെ പിടിക്കപ്പെടുമെന്ന് ഞാനാവുമോ നീ പേടിയാ? ഞാൻ കുനിഞ്ഞു വളഞ്ഞു പോയി. സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു, ഖതീബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങളുടെ പ്രഭാഷകൻ, പ്രാസംഗികന്മാരൊക്കെ. അതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു തആല അൻഹു. ഭയങ്കര ശബ്ദത്തോടെ സംസാരിക്കുന്ന ആൾ. ഒരു ദിവസം എപ്പോഴും പള്ളിയിൽ വരും, നബി തങ്ങൾ പറയുന്നത് പോലെ വഅദ് പറയും, നസിഹത്ത് കൊടുക്കും. പക്ഷെ അദ്ദേഹത്തെ പള്ളിയിൽ കാണുന്നില്ല. അദ്ദേഹത്തെ പള്ളിയിൽ കാണാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു തന്നെ ചോദിച്ചു, അഷ്തക്കി, അദ്ദേഹത്തിന് വല്ല രോഗമാണോ? എന്ത് സാബിത്ത് ബിൻ ഖൈസിനെ കാണുന്നില്ലല്ലോ? നബി ഇന്നഹുല ജാരി, എൻ്റെ അയൽപക്കക്കാരനെ എനിക്കറിയില്ല, അദ്ദേഹത്തിന് സുഖമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ട് വരാം. അദ്ദേഹം പോയി നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹം ഇരുന്ന് കരയുകയാണ്. എന്താണ് സാബിത്ത്, നീ പള്ളിയിൽ കാണുന്നില്ലല്ലോ, റസൂലുള്ള തിരക്കിയല്ലോ, നിങ്ങളൊന്നും അറിയില്ലേ, ഞാൻ വലിയ ഒച്ചയിട്ട് സംസാരിക്കുന്ന ആളാന്ന്, എനിക്കെതിരെ ആയത്തിറങ്ങി, ഞാൻ നരകത്തിലാണ്, ഇന്നി മിൻ അഹ്ലിന്നാർ, ഞാൻ നരകത്തിലാണ്, ഞാൻ ഇനി എന്തിനു വരണം? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നബി തങ്ങളുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിക്കരുത് എന്ന് ആയത്ത് ഇറങ്ങി. ഇത് ഞാനാണ് ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തിനെതിരെ വന്ന ആയത്തല്ലാത്, നബി തങ്ങളോടുള്ള അദബ് മര്യാദ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ വന്ന ആയത്താണ്. പക്ഷെ ആ ആയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സഹാബി വീട്ടിലിരുന്ന് കരയാൻ, പള്ളിയിൽ വരുന്നില്ല. നബി തങ്ങൾ അന്വേഷിച്ചു, വിളിച്ചു കൊണ്ടുവാ, കൂട്ടിട്ട് വാ, ഞാൻ വിളിക്കുന്നു എന്ന് പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളെ പറഞ്ഞു വിട്ട് കൊണ്ടുവന്നു. അൻത മിൻ അഹ്ലിൽ ജന്ന, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞു, നീ സ്വർഗത്തിന്റെ അവകാശി, നീ എന്തിനു വിഷമിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞത് ഒരിക്കലും അത് കളവാവൂലല്ലോ സുഹൃത്തുക്കളെ. ആ ഒരൊറ്റ ആയത്ത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേരിൽ അല്ല ഇറങ്ങിയത് ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിക്കരുത് എന്ന് അല്ലാഹു തആല എല്ലാവർക്കും ചെയ്ത താക്കീതാണ്. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ രാപ്രയാണം നടത്തും. രാത്രിയൊക്കെ ഊരു ചുറ്റൽ എന്ന് പതിവുണ്ട്. നമ്മൾ ഊരു ചുറ്റുന്ന പോലെയല്ല, അമീറാണ്. എൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ താമസിക്കുന്ന ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് വല്ല ന്യൂനതകളുണ്ടോ, അപാകതകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിഹരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട
ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒട്ടകത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു, ആരും അറിയാതെ. ഇതൊക്കെയാണ് ഒരു യഥാർത്ഥ ഭരണാധികാരിയുടെ അടയാളങ്ങൾ. അതൊക്കെയാണ് ഇസ്ലാമിലെ ഭരണാധികാരികൾ. ഇന്നത്തെ ഭരണാധികാരികൾക്കെല്ലാം ഒരു മാതൃകയാണ്. പക്ഷെ അതൊക്കെ ആരോട് പറയാൻ? ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ നടക്കുമ്പോൾ ഒരു കൊച്ചു കൂരയിൽ നിന്ന്, ഒരു കുടിലിൽ നിന്ന് ഒരാൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ. എന്നെ നീ ന്യൂനപക്ഷത്തോടൊപ്പം ചേർക്കണേ അല്ലാ, എന്നെ നീ ന്യൂനപക്ഷത്തോടൊപ്പം ചേർക്കണേ അല്ലാ. ഇന്നത്തെ ന്യൂനപക്ഷമല്ലേ ഖലീൽ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി അദ്ദേഹത്തിന്റെ ദുആ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോയിട്ട് ചോദിച്ചു, അല്ല നീ എന്തിങ്ങനെ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ, ന്യൂനപക്ഷത്തോടൊപ്പം ചേർക്കണമെന്ന് പറയാൻ കാരണം എന്ത്? ആ സാധാരണ മനുഷ്യനൊരു പെട്ടിക്കടക്കാരൻ ആ കുടിലിൽ ഇരുന്നിട്ട് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ അറിഞ്ഞില്ല അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. അല്ലാഹു തആല പറഞ്ഞു, എൻ്റെ ദാസന്മാരിൽ നിന്ന് തുലോം തുച്ഛമായ ആളുകൾ മാത്രമേ നന്ദിയുള്ളവരുള്ളൂ, നന്ദിയുള്ളവരുള്ളൂ. ആ തുലോം തുച്ഛമായ ആളുകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, ആ ന്യൂനപക്ഷത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അതാണ് എൻ്റെ ദുആ. ഉമർ റളിയല്ലാഹു തആല അസ്തപ്രജ്ഞനായി, പടച്ചവനെ ഉമർ, ഉമർ എന്ത് വിവരമില്ലാത്തവൻ, ഉമറിനേക്കാൾ എത്രയോ വിവരമുള്ളവനാണല്ലോ ഈ കുടിലിൽ താമസിക്കുന്ന ഈ സാധാരണ വ്യക്തി. രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞ വാക്കാണ്. ആലോചിച്ച് നോക്കണം, രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ, ഉമറിനേക്കാൾ എത്രയോ വിവരമുള്ള വ്യക്തി. എന്തിനാണ് ഈ ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന് ചോദിച്ചപ്പോ, ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഖലീലും മിൻ ഇബാദിയശ് ശകൂർ, അള്ളാഹുവിനെ നന്ദി. ശരിയല്ലേ സുഹൃത്തുക്കളെ? കോടാനുകോടി ആളുകൾ നമ്മളൊക്കെ ഉണ്ടായിട്ട് അള്ളാഹ്ക്ക് നന്ദിയുള്ളവർ എത്ര പേരാ? എത്ര പേരുണ്ട്? കണക്ക് തന്നെ നോക്കിക്കോളി. ഈ റമദാൻ പോട്ടെ, പള്ളി കാലിയല്ലേ, പിന്നെ എത്ര പേർക്ക് അള്ളാഹുടെ നന്ദിയുള്ളത്? വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. അതുകൊണ്ട് ന്യൂനപക്ഷത്തിൽ ചേർക്കണേ അല്ലാ. എനിക്ക് തോന്നുന്നു അതിൽ നിന്നായിരിക്കും നമ്മളൊക്കെ ന്യൂനപക്ഷം ആയതെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, അള്ളാഹുവിന് നന്ദിയുള്ള ന്യൂനപക്ഷമായാൽ മതിയായിരുന്നു, അല്ലാത്ത ന്യൂനപക്ഷം ആവണ്ട. അള്ളാഹുവിൽ നന്ദിയുള്ളവരായാൽ ഏറ്റവും വലിയ കാര്യമാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്, സ്വാലിഹായ മനുഷ്യനാണ്, സ്വാലിഹായ മനുഷ്യനാണ്. പക്ഷെ ആരായിരുന്നു? കള്ളനും കൊള്ളക്കാരനുമായിരുന്നു, കള്ളനും കൊള്ളക്കാരനുമായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ഒരു വീട്ടിൽ രാത്രി മോഷ്ടിക്കാൻ വേണ്ടി കയറുന്നു. ഓടിളക്കുമ്പോൾ താഴെ ഒരു വന്യ വയോധികനിരുന്ന് ഓതുന്നു, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. ഇതുവരെക്കും പരിശുദ്ധമായ ഖുർആനിലൂടെ, അല്ലാഹുവിൻ്റെ സ്മരണകളിലൂടെ നിന്റെ ഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടായില്ലേ? അല്ലാഹയെ ഭയപ്പെടാൻ ഇനിയും നീ തയ്യാറായിട്ടില്ലേ? ഇനിയും അതിന് സമയമായില്ലേ? ഫുളൈൽ ഇബ്നു ഇയാദ് മച്ചുപ്പാവിൽ ഇരുന്നിട്ട് ഓടിളക്കി മോഷണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ ആയത്താണ് കേൾക്കുന്നത്. എല്ലാം ഈ ഒരൊറ്റ ആയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിച്ച് തിരിഞ്ഞുപോയി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് സർവവും സമർപ്പിച്ച്, ബലാ അല്ലാഹ്, ഞാൻ തയ്യാറാണ് പടച്ചവനെ, നിന്നെ സ്മരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ഫുളൈൽ തയ്യാറാണ്. ഈ ഫുളൈലിന്റെ ഖൽബ് മാറിയിരിക്കുന്നു. എല്ലാ നീച നികൃഷ്ട കൃത്യങ്ങളിൽ നിന്ന് ഈ ഫുളൈലിനെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. അവസാനം അള്ളാഹു ഇഷ്ടപ്പെട്ട വലിയായി സ്വാലിഹായ മനുഷ്യനായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. എത്രയോ ഇസ്ലാമിക സംഭവങ്ങളും ശരീഅത്തിന്റെ നിയമങ്ങളും അദ്ദേഹം നമുക്ക് ഇവിടെ എഴുതി പഠിപ്പിച്ചു തന്നു. ഒരൊറ്റ ആയത്ത് അദ്ദേഹത്തെ മാറ്റിമറിച്ചു കളഞ്ഞു. ബഹുമാനപ്പെട്ട സഹാബാക്കളിൽ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി പറഞ്ഞു, നബിയെ, ഇന്ന റജുലൻ യഖറഉൽ ഖുർആന അൽ-ലൈല കുല്ലഹു. രാത്രി മുഴുവനും അദ്ദേഹം ഖുർആൻ ഓതുന്നു, രാത്രി മുഴുവനും അദ്ദേഹം ഖുർആൻ ഓതുന്നു. ഫഇദാ അസ്ബഹ സറഖ. നേരം വെളുത്താൽ അദ്ദേഹം മോഷ്ടിക്കുന്നു. രാത്രി മുഴുവനും ഖുർആൻ ഓതുന്ന വ്യക്തി രാവിലെയായപ്പോൾ അദ്ദേഹം മോഷണം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചാണ്, എന്താണ് പ്രതിവിധി? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നബിതങ്ങൾ പറഞ്ഞു സതൻഹാഉ ഖിറാഅതുഹു, അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം ആ ദുഷിച്ച ചെയ്തിയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറ്റി മറിക്കും. സബൂർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ ഓതുന്ന ഒരു വ്യക്തി, നമസ്കാരം നിലനിർത്തുന്ന വ്യക്തി മരണം വരെ ഒരിക്കലും ഒരു തെറ്റിലേക്ക് തന്നെ സ്ഥിരമായി നിലനിൽക്കൂല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുർആൻ പറഞ്ഞു ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, കൃത്യമായി നമസ്കരിക്കുന്നവനാണോ നീചവും നികൃഷ്ടവുമായ സ്വഭാവങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കും, സഹായിക്കും. എക്കാലവും നീ കള്ളനാവൂല, എക്കാലവും നീ നീചനാവൂല, എക്കാലവും നീ നികൃഷ്ടനാവൂല. ഖുർആനോത്, നമസ്കാരം നിലനിർത്ത്, അള്ളാഹു നിന്റെ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് അള്ളാഹു നിന്നെ മാറ്റിമറിക്കും. ചെറിയ കാര്യമല്ല.